ചേട്ടാ കേരള ബഡ്ജറ്റ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം വലിയ രീതിയിൽ ചർച്ചാ വിഷയമായിട്ടൊരു വിഷയമാണ് കേരളത്തിൻ്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. മിഷൻ സമുദ്ര മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ നിർമ്മിക്കുന്ന ഒരു പദ്ധതിയായിട്ടാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. എങ്ങനെയാണ് ഈ പദ്ധതിയെ നോക്കിക്കാണുന്നത്? ഇത് എങ്ങനെയാണ് ഇപ്പോൾ ഒരു കോൺഗ്രസ് നിരീക്ഷകൻ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകൻ എന്ന നിലയിൽ ഈ സർക്കാരിൻ്റെ മുന്നോട്ടുള്ള യാത്ര എങ്ങനെയായിരിക്കും? അല്ല, ഞാനതൊരു വളരെ പോസിറ്റീവായിട്ടുള്ള ക്രിയാത്മകമായിട്ടുള്ളൊരു നിർദ്ദേശമായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ ബഡ്ജറ്റിൽ കുറേ നല്ല ഭാവിയെ ലക്ഷ്യം വെച്ചിട്ടുള്ള നിർദ്ദേശങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള ചില രീതികളും അക്കാര്യത്തിൽ അവലംബിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്ന പഴയതും പുതിയതുമായിട്ടുള്ള കാഴ്ചപ്പാടുകളെ കൂട്ടിയിണക്കിക്കൊണ്ടുള്ള ഒരു ബഡ്ജറ്റ് പ്രസൻറ്റേഷനാണ്. ഇപ്പോൾ കേരളത്തെ ഒരു തുറമുഖം നഗരമാക്കും എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മിഷൻ സമുദ്ര എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ ഒരു തുറമുഖ നഗരമാക്കി കേരളത്തെ വികസിപ്പിക്കുമ്പോൾ ഇത്രയും 500-600 കിലോമീറ്റർ തീരപ്രദേശമുള്ള ഒരു സംസ്ഥാനത്തിന് അതിൻ്റെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ചുകൊണ്ട് ചരക്ക് നീക്കം കൂട്ടാം, അതിൻ്റേതായ സാമ്പത്തിക ചെലവുകൾ കുറയ്ക്കും, ഊർജ പ്രതിസന്ധിയിൽ കുറേ സൗകര്യങ്ങൾ കിട്ടും. ഇപ്പോൾ റോഡ് ഗതാഗതത്തിലെ തടസ്സങ്ങൾ, കുറേ ബ്ലോക്കും കുറേ പ്രയാസങ്ങൾ ഒഴിവാകും. അങ്ങനെ കുറേ കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. ഞാനതിനെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. പക്ഷേ എനിക്ക് ആ കൂട്ടത്തിൽ എൻ്റെ ഒരു നിരീക്ഷണം കൂടി പറയുകയാണ്. കേരളം ഒരു വ്യവസായവൽകൃത സംസ്ഥാനമല്ല. നമ്മൾ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് അത്ര കാര്യമായിട്ടൊന്നും നടക്കാത്തൊരു സംസ്ഥാനവും കേരളത്തിൽ ഇനി പുതിയതായിട്ട് വലിയ വൻകിട ഇൻഡസ്ട്രികൾക്ക് വരാനുള്ള സൗകര്യങ്ങളും ഇല്ല. കാരണം എന്ന് വെച്ചാൽ പരിമിതിയാണ് അതിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ അത്രയും കൺജസ്റ്റഡ് ആയിട്ട് ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു സംസ്ഥാനത്ത് ഇനിയൊരു വൻകിട വ്യവസായ ശൃംഖലയ്ക്ക് വരാൻ പറ്റിയൊരു സാഹചര്യം ഇല്ലാത്തപ്പോൾ നമുക്ക് ടൂറിസവും IT-യും അത്തരം ടേർഷ്യറി സെക്ടറിലായിരിക്കും നമുക്ക് കുറേ കൂടി ഡെവലപ്മെൻറ്റിന് സാധ്യത എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ നിരീക്ഷണം. പക്ഷേ തുറമുഖ നഗരം എന്നുള്ളൊരു കൺസെപ്റ്റ് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് വ്യവസായങ്ങൾ കൂടുതലുള്ള ഒരു സംസ്ഥാനത്ത്, അത്തരം ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ കൂടുതലുള്ള ഒരു സംസ്ഥാനത്തായിരിക്കും ഈ ചരക്ക് നീക്കത്തിനൊക്കെ കുറേ കൂടി ഒരു ആവശ്യക്കാരുണ്ടാവുള്ളൂ. ഇപ്പം തിരുവനന്തപുരത്ത് നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്തു നിന്ന് കേരളത്തിൻ്റെ 600 കിലോമീറ്റർ തീരപ്രദേശത്തിൻ്റെ ചേർന്ന് കണ്ണൂരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചിലപ്പോൾ പൊന്നാനിയിലേക്കോ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പലരും പല ഊഹാഭോഗങ്ങളും ആഗ്രഹങ്ങളും താല്പര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ കണ്ണൂർ അല്ലെങ്കിൽ പൊന്നാനി, അങ്ങോട്ട് കാസർഗോഡ്, ഈ തീരത്തേക്ക് എവിടേക്ക് വേണമെങ്കിലും ചരക്ക് നീക്കാം എന്നൊക്കെയാണ് സജഷൻ. അതിന് മാത്രം നീക്കാൻ മാത്രമുള്ള ഒരു ചരക്ക് പ്രൊഡക്ഷൻ കേരളത്തിൽ നടക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം ഇവിടെ നമ്മളൊരു ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ്. അപ്പോൾ എല്ലാ മാക്സിമം ഇമ്പോർട്ട്സും ഇത് ഷിപ്പിംഗ് വഴിയാണെങ്കിൽ നമുക്ക് അങ്ങനെയും മനസ്സിലാക്കും. അപ്പോൾ അതിൽ ചില പരിമിതികളുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കുറേ കൂടി അത് പഠിച്ചിട്ടായിരിക്കും നടപ്പാക്കുന്നതെന്ന് ഞാൻ വിചാരിക്കാം. എൻ്റെ ഒരു ഒബ്സർവേഷനാണ്. ഈ ബഡ്ജറ്റിൽ അങ്ങേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പദ്ധതി ഏതാണ്? അല്ല, ഞാൻ അങ്ങനെ ഒരു പദ്ധതിയായിട്ട് എടുത്ത് പറയുന്നില്ല. ഇപ്പം ഈ ബഡ്ജറ്റിൽ കുറേ സജഷൻസ് ഇപ്പോൾ എല്ലാ മേഖലയെയും കണക്ട് ചെയ്തിട്ടുണ്ട്. ആ കാര്യത്തിൽ ഈ ബഡ്ജറ്റിന് നമ്മളൊരു കയ്യടി കൊടുക്കേണ്ടതാണ്. കാരണം റബ്ബർ കർഷകർ തൊട്ട് എല്ലാ വിഭാഗത്തിൽപ്പെട്ട മത്സ്യകൃഷിക്കാർ, മത്സ്യവിപണന മേഖലയുണ്ട്, അതുപോലെ ടൂറിസം മേഖലയ്ക്ക് കൈ കൊടുക്കുന്നുണ്ട്, ഇൻഡസ്ട്രിയൽ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള കാര്യം പറയുന്നുണ്ട്. അങ്ങനെ എല്ലാ മേഖലയ്ക്കും ഒരേപോലെ ടച്ച് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പം ഒന്ന് ആയിട്ട് എടുത്ത് പറയുന്നില്ല, സമഗ്രമായിട്ടുള്ളൊരു കാഴ്ചപ്പാടെന്നുള്ള രീതിയിലാണ് ഞാനതിനെ കാണുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കുറേ വൈകിപ്പോയി. നമുക്ക് കൺവെൻഷനലായിട്ട് അറിയാവുന്നത് മദ്യത്തിന് ടാക്സ് കൂട്ടുക, അല്ലെങ്കിൽ മദ്യം ഇപ്പോഴും വലിയ തർക്കം മദ്യത്തെക്കുറിച്ചിട്ടുള്ളതാണ്. നമ്മളിപ്പോഴും മദ്യത്തെ ചുറ്റിപ്പറ്റിയാണ് നമ്മുടെ പരിപാടികളെ കുറിച്ചിട്ട് ആലോചിക്കുന്നത്. മദ്യം, ലോട്ടറി, പിന്നെ പറയുന്നത് പുഴയിലെ മണൽ വാരാം അല്ലെങ്കിൽ കരിമണൽ വിൽക്കാം, ഈ ഓപ്ഷൻസാണ് പറയുന്നത്. അപ്പോൾ കരിമണൽ ഖനനം തീർച്ചയായിട്ടും അത്തരത്തിൽ ഒരു ലാഭം മാത്രം മുന്നോട്ട് വയ്ക്കുന്ന ഒരു സജഷൻ ആകുമ്പോൾ കരിമണൽ ഖനനം ഇപ്പം നമ്മൾ ലോകത്ത് കേരള തീരത്ത് മാത്രമുള്ള അത്രയും മിനറൽസുള്ള ഇതൊക്കെയുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് നമുക്ക് വികസിക്കണം എന്നുള്ളത് ശരിയാണ്. പക്ഷെ നമ്മുടെ സാംസ്കാരികവും സാമൂഹികവുമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള സാഹചര്യങ്ങളെ കൃത്യമായി ബാലൻസ് ചെയ്തിട്ടേ വികസനം വരുള്ളൂ. ഇതിനകത്ത് മറ്റൊരു കാര്യം, VD സതീശൻ വളരെ വൈകാരികമായിട്ട് പറഞ്ഞൊരു കാര്യമാണ് നോളജ് എക്കോണമി. അപ്പോൾ ഈ നോളജ് എക്കോണമി എന്താണ് എന്ന് പലർക്കും അറിയാത്തൊരു സാഹചര്യമുണ്ട്. അതിനുശേഷം അദ്ദേഹം വാർത്താ സമ്മേളനം വിളിച്ചിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ കുട്ടികൾക്ക് ഇവിടെ പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ ജോലി കൊടുക്കാൻ ഏത് സ്ഥാപനമുണ്ട് എന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഈ നോളജ് എക്കോണമി എങ്ങനെയായിരിക്കും കേരളത്തിൽ വിപുലീകരിക്കാൻ പോകാൻ പോകുന്നത്?
അല്ല, ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹം പറഞ്ഞ കാര്യം ശരിയാണ്. ഇപ്പോൾ കേരളത്തിൽ ഒരുപാട് യൂണിവേഴ്സിറ്റികളും കോളേജുകളും ഉണ്ട്, എയ്ഡഡ് അൺഎയ്ഡഡ് കോളേജുകളുണ്ട്. പക്ഷേ ഈ കോളേജുകളിലെ കൺവെൻഷണൽ കോഴ്സുകൾക്ക് BA, BSc, BCom 3 ഓപ്ഷൻസാണ്. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ BCA ഒക്കെ വന്നു, MCA അങ്ങനെയൊക്കെ വന്നു. എന്നാലും BA, BSc, BCom ഒരു കൺവെൻഷണൽ കോഴ്സ് പഠിച്ചിറങ്ങുന്ന ആൾക്ക് എന്ത് ജോലി എന്നുള്ളൊരു പ്രശ്നമുണ്ട്. പറയുമ്പോൾ നമ്മളെല്ലാം ഗ്രാജുവേറ്റ്സ് ആണ്, അത് കഴിഞ്ഞിട്ടൊരു ജോലിക്കൊരു സാധ്യതയില്ല. ഇനി ജോലിക്ക് ചെല്ലുമ്പോൾ ശമ്പളത്തിന് പ്രയാസമുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇതിനൊരു വിഷ്യ സർക്കിൾ എന്ന് പറയാനാണ് ഞാൻ ഒരു എക്കണോമിക് ടെർമിനോളജിയിൽ, എക്കണോമിക്സിൻ്റെ ഒരു ഇതിൽ ഞാൻ വിഷ്യ സർക്കിൾ എന്ന് പറയും. ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. പഠിച്ചിറങ്ങുന്നവന് ജോലി കിട്ടാൻ പറ്റിയാലേ ഇവിടെ പഠിക്കാൻ ആളുണ്ടാവുള്ളൂ. അപ്പോൾ അതിനുള്ള കോഴ്സുകൾ ഉണ്ടാവണം. അതിനുള്ള കോഴ്സ് ഉണ്ടാവണമെങ്കിൽ ആളുടെ കാഴ്ചപ്പാട് വരണം. അപ്പോൾ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കാം. പിന്നെ ഞാൻ എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ നാട്ടിലെ കുട്ടികളെല്ലാം പഠിച്ചിറങ്ങുന്നവരെല്ലാം ഇവിടെ തന്നെ ജോലി ചെയ്യണം എന്ന് പറയുന്നതിനോട് എനിക്ക് പേഴ്സണലി താല്പര്യമില്ല. കാരണം നമ്മുടെ നാട്ടിലെ മനുഷ്യർ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും പടർന്ന് പന്തലിക്കണമെന്നും അവിടെയുള്ള ആളുകൾ ഇങ്ങോട്ട് വരണമെന്നും ഇങ്ങനെ മനുഷ്യരുടെ വിനിമയം ഉണ്ടാകണമെന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. ലോകത്തിൻ്റെ സംസ്കാരങ്ങൾ രൂപപ്പെടുന്നത് തന്നെ മനുഷ്യവിനിമയത്തിലൂടെയാണ്. അപ്പോൾ കേരളത്തിലെ എല്ലാ ചെറുപ്പക്കാരും കേരളത്തിൽ തന്നെ പഠിക്കണം, കേരളത്തിൽ തന്നെ ജോലി കിട്ടണം, അതിനുള്ള സാഹചര്യം ഉണ്ടാകണമെന്ന് പറഞ്ഞാൽ അത് നല്ല കാഴ്ചപ്പാടാണ്, നല്ലതാണ്. കാരണം നമ്മുടെ ഒരു ഡെമോഗ്രാഫിക് പ്രഷർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ പ്രായമായവരുടെ എണ്ണം കൂടുകയാണ്, ചെറുപ്പക്കാർ മുഴുവൻ പുറത്തേക്ക് പോകണം. ഇതൊരു വലിയ പ്രഷറാണ്. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ ഇതിനെല്ലാത്തിൻ്റെ ഒരു ബാലൻസ്ഡ് അപ്രോച്ച് വേണമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഒരറ്റത്ത് എല്ലാവരും പുറത്തേക്ക് പോകുന്നതിനെ പ്രോത്സാഹിപ്പിക്കുക, പകരം എല്ലാവരും ഇവിടെ നിൽക്കട്ടെ എന്ന് പറയും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പുറത്ത് പോകുന്ന കുട്ടികളെല്ലാവരും പോകുന്നത് പഠിക്കാൻ വേണ്ടി മാത്രമല്ല, അല്ലല്ലോ. അല്ല, ജോലിക്ക് വേണ്ടി പോകുന്നവരുണ്ട്. ജോലിക്ക് വേണ്ടിയിട്ടുമല്ല, നല്ല ജീവിത സാഹചര്യത്തിന് വേണ്ടിയിട്ടുമാണ്, അല്ലേ? അപ്പോൾ നമ്മളുടെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഈ കേരളത്തിലൊരു മനുഷ്യനെ എങ്ങനെ വസ്ത്രം ധരിക്കണമെന്ന് പോലും ഇവിടുത്തെ പാർട്ടിക്കാരും നാട്ടുകാരും തീരുമാനിക്കേണ്ട ഗതികേടുണ്ട്. വിദേശത്ത് പോകുന്നവർക്ക് അത്രത്തോളം പ്രയാസങ്ങളൊന്നുമില്ല. ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം, ഇഷ്ടമുള്ളവരിലൊക്കെ ജീവിക്കാം. വലിയ പ്രയാസമൊന്നും. മനുഷ്യനൊരു 70-75 വയസ്സ് വരെ ജീവിക്കുക. ആ ജീവിക്കുന്ന കാലഘട്ടത്തിൽ സ്വസ്ഥവും സമാധാനമായിട്ട് ജീവിക്കാനായിട്ടുള്ള സമ്പാദ്യം ഉണ്ടാകുക, അങ്ങനെയാണ്. ഇവിടെ ഈ പെടാപ്പാട് മുഴുവൻ പെട്ട മനുഷ്യൻ രാത്രി അവശതയായി കിടന്നുറങ്ങും, രാവിലെ വീണ്ടും എഴുന്നേറ്റ് കഷ്ടപ്പെടും. മനുഷ്യന് സമാധാനം എന്ന് പറഞ്ഞൊരു കാര്യമില്ല. അപ്പോൾ ഞാൻ പറയുന്നത് ഇതെല്ലാം കണക്റ്റഡാണ്. അപ്പോൾ നോളജ് ഇക്കോണമി എന്ന് ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ കോഴ്സുകളുടെ സ്ട്രക്ചർ മാറണം, കുറേ കൂടി ജോലി സാധ്യതയുള്ള കോഴ്സുകൾ വരണം. ജോലി സാധ്യത മാത്രം ഉണ്ടായാൽ പോരാ, ചെയ്യുന്ന ജോലിക്ക് കൂടുതൽ ശമ്പളം കിട്ടുന്ന സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ടാകണം. ആ രീതിയിൽ സ്ഥാപനങ്ങൾ വരണമെങ്കിൽ അവർക്ക് അതിനുള്ള പ്രോഫിറ്റും റവന്യൂ ഉണ്ടാകണം. ഇത് മൊത്തം ഒരു വിഷയസറല്ല. ഇത് ഒരു ദിവസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ നടക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പിന്നെ ഇന്ത്യയുടെ കൾച്ചർ, ഇന്ത്യയുടെ ഒരു ചരിത്രപരമായ ഔന്നിത്യം പരിശോധിച്ചാൽ തന്നെ നളന്തയും തക്ഷശിലയും ഒക്കെ ഉണ്ടായത് ഇന്ത്യയിലാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 10,000-കണക്കിന് വിദ്യാർത്ഥികൾ വന്ന് പഠിച്ച യൂണിവേഴ്സിറ്റികളുടെ ചരിത്രമുണ്ട് ഈ രാജ്യത്തിന്. ഇന്നിവിടുന്ന് പുറത്തേക്ക് ആളുകൾ പോകുന്നുണ്ടെങ്കിൽ പല കാരണം കൊണ്ടാണ്. പഠിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഒരാളും പോവില്ല, ജീവിത സാഹചര്യത്തിന് വേണ്ടിയിട്ടാണ്. കാരണം എന്തിനും ചോദ്യം ചോദിക്കുന്ന ആളുകളാണല്ലോ, അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി പോകുന്ന ഒരുപാട് ആളുകളുണ്ട്, ഒത്തിരി പേരുണ്ട്. ഇപ്പൊ കേരളത്തിൽ തന്നെ ഈ പറഞ്ഞ പോലെ ലക്ഷക്കണക്കിന് രൂപ ശമ്പളം കിട്ടുന്ന ആളുകളുണ്ടല്ലോ, കേരളത്തിൽ തന്നെ കിട്ടുന്ന ആളുകളുണ്ടല്ലോ, ബിസിനസ്സുകാരുണ്ടല്ലോ. എന്നാൽ എല്ലാവർക്കും പറ്റില്ല. അപ്പോൾ അതിനുള്ള സാഹചര്യം ഗവൺമെൻറ് ഉറപ്പാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഗവൺമെൻറ്റിന് ഇതിനുള്ള ഫെസിലിറ്റേഷൻസ് ഉണ്ടാക്കി കൊടുക്കാമെന്നേ പറ്റുള്ളൂ. ബാക്കിയുള്ള സാഹചര്യങ്ങൾ തന്നെത്താൻ ഉണ്ടാകണം. അത് ആളുകളുടെ സ്വഭാവത്തിൽ മാറ്റം വരണം, നമ്മുടെ കാഴ്ചപ്പാടിൽ, സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ മാറ്റം വരണം, രാഷ്ട്രീയ കാഴ്ചപ്പാടിൽ മാറ്റം വരണം. അന്ധമായ എതിർപ്പും അന്ധമായ സ്വാഗതം ചെയ്യലും ഒന്നും ശരിയല്ല. അല്ല, ഈ നോളജ് എക്കോണമി പറഞ്ഞ സമയത്ത് തന്നെ സർക്കാർ എല്ലാം പ്രൈവറ്റ് മേഖലയ്ക്ക് തീരെഴുതി കൊടുക്കുകയാണോ എന്ന് ചോദിച്ചുകൊണ്ട് സമരവുമായിട്ടാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ പ്രതിപക്ഷം വന്നിട്ടുള്ളത്. ഇതിനെയൊക്കെ എങ്ങനെയാണ് തരണം ചെയ്ത് പോകാൻ കഴിയുന്നതെന്നൊരു ചോദ്യമുണ്ട്. അല്ല, ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ കേരളത്തിൽ നോളജ് എക്കോണമി ഇതെല്ലാം സർക്കാർ സ്വകാര്യ ഏജൻസികൾക്ക് തീരെഴുതി കൊടുക്കുന്നത്. ഇപ്പോൾ സ്വകാര്യ സർവകലാശാലകൾക്കും വിദേശ സർവകലാശാലകൾക്കും കേരളത്തിൽ പ്രവർത്തിക്കാമെന്ന് പറഞ്ഞ ചുവപ്പ് പരവതാനി വിരിച്ചത് പിണറായി വിജയൻ്റെ സർക്കാരാണ്, അല്ലേ? കൂത്തുപറമ്പ് രക്തസാക്ഷികളെ മറന്നിട്ടാണ് ആ പണി ചെയ്തത്. KN ബാലഗോപാലിൻ്റെ ബഡ്ജറ്റിൽ ആ നിർദ്ദേശം ഉണ്ടായിരുന്നു. അപ്പോൾ അവർ അധികാരത്തിൽ നിന്ന് ഒഴിഞ്ഞാൽ പിന്നെ അവർ മസ്തിഷ്ക പ്രക്ഷാളനം, അന്താരാഷ്ട്ര വിഷയങ്ങൾ എന്നൊക്കെ പറഞ്ഞ് മനുഷ്യനെ ചിറ്റിച്ചുകൊണ്ട് രംഗത്ത് വരും. നമ്മളാരെങ്കിലും ഇത് പറഞ്ഞാൽ വലിയ കുഴപ്പമെന്ന് പറയും. അവരും നോളജ് ഇക്കോണമി പറഞ്ഞു, അവരും പറഞ്ഞല്ലോ. വിജ്ഞാനോദയ സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു അവരൊന്ന് പറഞ്ഞേ? വിജ്ഞാനോദയ സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞു. നമ്മൾ സിമ്പിളായിട്ട് നോളജ് എക്കോണമി സമ്പദ്, നമ്മൾ ഇംഗ്ലീഷ് പറഞ്ഞു, അവർ മലയാളം പറഞ്ഞു. ഈ വ്യത്യാസമേ ഉള്ളൂ. അവർ ലോകസമാധാനത്തിന് വേണ്ടിയിട്ട് 2 കോടി മാറ്റി വെച്ചു, നമ്മൾ പറഞ്ഞു മനുഷ്യന്മാർക്ക് മനസ്സമാനം കൊടുക്കണം എന്ന് നമ്മൾ പറഞ്ഞു. ഈ 2 വ്യത്യാസമേ ഉള്ളൂ.
അപ്പോൾ ഇത് അവരിട്ടാൽ ബർമൂഡയും മറ്റേ UDF ഇട്ടാൽ നിക്കറെന്ന് പറഞ്ഞ കൂട്ട് പ്രശ്നമേ ഉള്ളൂ ഇതിൽ. ഞാൻ പറഞ്ഞതില്ലേ, കൂടുതൽ സ്വകാര്യ യൂണിവേഴ്സിറ്റികൾക്കോ അല്ലെങ്കിൽ വിദേശ യൂണിവേഴ്സിറ്റികൾക്കോ ഇവിടെ അവർക്ക് ക്യാമ്പസുകൾ തുറക്കാൻ താല്പര്യമുണ്ട്, അവർ വരട്ടെ എന്ന്. അവർക്ക് പഠിക്കാൻ കുട്ടികളെ കിട്ടുന്നുകൊണ്ടാണല്ലോ വരുന്നത്. ഇപ്പോൾ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ 50% സീറ്റുകൾ വേക്കൻ്റാണ്. അതിൻ്റെ കാരണം പരിശോധിക്കണം. 5-10-15 വർഷം മുമ്പൊക്കെ സീറ്റ് കിട്ടാത്ത കുട്ടികളായിരുന്നു, പണം കൊടുത്ത് സീറ്റ് വാങ്ങിക്കായിരുന്നു. ഇന്നിപ്പോൾ പഠിക്കാൻ ആളില്ല, കോഴ്സുകൾ വെറുതെ കിടക്കുക. ഇപ്പോൾ പല യൂണിവേഴ്സിറ്റിയിലെയും പല കോഴ്സുകൾ നിർത്തലാക്കുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ കാലത്തിനനുസരിച്ചിട്ട് കോഴ്സുകൾ റീസ്ട്രക്ചറിങ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ കൺവെൻഷണൽ കോഴ്സുകളിൽ നിന്ന് മാറേണ്ടതുണ്ട്. അപ്പോൾ അതിന് പറ്റിയ സംവിധാനങ്ങളും അത് പഠിപ്പിക്കാൻ പറ്റിയ അധ്യാപകരും ഇല്ലെങ്കിൽ അത് പറ്റിയ അധ്യാപകർ സ്വകാര്യ മേഖലയിൽ അവർ തുടങ്ങിക്കോട്ടെ. എന്താ ഇവിടെ പ്രശ്നം? ഞാൻ ചോദിക്കുന്നത്, കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അത് സർക്കാർ മേഖലയിൽ നിന്ന് മാത്രം കിട്ടുന്നതല്ല. സ്വകാര്യ എയ്ഡഡ് മേഖലയിലുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കൂടി പൊതുജനങ്ങൾക്ക് കൊടുക്കുന്ന പൊതുവിദ്യാഭ്യാസം. ഇപ്പോൾ സർക്കാർ സ്കൂളുകളും സർക്കാർ കോളേജുകളും മാത്രമേ പാടുള്ളൂ എന്ന് പറഞ്ഞ കാഴ്ചപ്പാടിനോട് എനിക്ക് യോജിപ്പ് കുറവുണ്ട്. എല്ലാവരും വരട്ടെ എന്നേ. എല്ലാവരും വരുമ്പോഴല്ലേ ആളുകൾക്ക് കൂടുതൽ ചോയ്സും കൂടുതൽ ഓപ്ഷൻസും ഉണ്ടെങ്കിൽ അവർ അതിൽ നിന്ന് സെലക്ട് ചെയ്യട്ടെ. അങ്ങനെയാണല്ലോ ചെയ്യേണ്ടത്.